നിലവിലെ പ്രധാന ചർച്ചാ വിഷയം PM-ശ്രീ പദ്ധതിയിൽ CPM ഒപ്പിട്ടതാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇതിനൊപ്പം ചർച്ചയാകുന്നുണ്ട്. 2020 അന്നത്തെ യുവജന നേതാവും നിലവിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ രൂക്ഷമായി വിമർശിച്ചെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് CPM-ന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നതാണിത്. ഘടകകക്ഷികളോട് പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി എടുത്ത ഈ തീരുമാനം ഇടതുമുന്നണിയിൽ തന്നെ എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട്. 2020 മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതിലെ പ്രധാന വാദങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1. ഫെഡറൽ സംവിധാനത്തിന് ഭീഷണി. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ഇല്ലാതാക്കി ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നു. 2. കേന്ദ്രീകൃത സമീപനം. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ദർശനത്തിന് വിരുദ്ധമായി കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതി അടിച്ചേൽപ്പിക്കുന്നു. 3. വിദ്യാഭ്യാസ കച്ചവടം. സാമ്പത്തിക സ്വയംഭരണം എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് ഉയർത്തി അറിവ് ധനികരുടെ മാത്രം കുത്തകയാക്കുന്നു. 4. വർഗീയവൽക്കരണം. ഗവേഷണത്തിനായുള്ള നിയന്ത്രണ അതോറിറ്റി ചില വിഷയങ്ങളിലേക്കുള്ള ഗ്രാന്റുകളിലൂടെ കാവ്യവൽക്കരണത്തിന് വ്യാപക പ്രോത്സാഹനം നൽകുന്നു. 5. സാമൂഹിക നീതി നിഷേധം. ജാതി വിവേചനം ഇല്ലാതാക്കാനും സംവരണ അട്ടിമറി മറികടക്കാനും ഒരു നിർദ്ദേശവുമില്ല. അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ അവഗണിക്കുന്നു. ധനസഹായത്തിന്റെ കുറവ്. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സാമ്പത്തിക നീക്കിവെപ്പ് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശകളില്ല. ഈ പോസ്റ്റിൽ റിയാസ് അടിവരയിട്ട് പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഇതുവരെ ആർജിച്ച നേട്ടങ്ങളെ തകർക്കാൻ കാരണമായേക്കാവുന്ന NEP-യെ ഗൗരവമായ വിമർശനത്തിന് വിധേയമാക്കാൻ അക്കാഡമിക് സമൂഹവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നായിരുന്നു. മുഹമ്മദ് റിയാസ് അന്ന് ശക്തമായി എതിർത്ത അതേ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ PM-ശ്രീ പദ്ധതിയിൽ ഇന്ന് യാതൊരു രാഷ്ട്രീയ വിശദീകരണവും ഇല്ലാതെ CPM ഒപ്പിട്ടത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. PM-ശ്രീ പദ്ധതി എന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. എന്നാൽ റിയാസ് ഉയർത്തിയ വിമർശനങ്ങൾ അതേപടി നിലനിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് CPM ഈ പദ്ധതിയിൽ പങ്കാളിയായത് എന്നതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.